ഗുഡ് മോർണിംഗ്. സിന്ധു മാളോസിന്റെ ഒരു ഹാപ്പി വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്റെ കൂടെ കോറസ് പറയാനായിട്ടുണ്ടല്ലോ. നമ്മുടെ മെമ്പർ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു കുട്ടിപ്പെട്ടാളെ ഒരു സുന്ദരി കുട്ടിയുണ്ട്. മോളുടെ പേരെന്ന് പറഞ്ഞു ഏഞ്ചലീന എന്നാണ് കേട്ടോ മോളുടെ പേര്. മാട്ടുകെട്ട ഗ്രേസ് ഗാർഡനിൽ പഠിക്കുന്നു. പിന്നെ എന്റെ കയ്യിൽ എന്റെ മടിയിൽ ഇരിക്കുന്നത് കണ്ടോ ഒരു മുത്തുമണി, ഇസ്രായേലുകാരനാണ് കേട്ടോ. പേരൊന്നും എന്നാന്ന് അതെ ഇസ്രായേലുകാരനാണ് കേട്ടോ. നമ്മുടെ ഏബൽ എന്നാണ് കേട്ടോ ഉണ്ണിമാവയുടെ പേര്. അപ്പം ഇന്ന് ഞാൻ ഉണ്ണിമാവനെ വെച്ചോണ്ട് ഒരു ഇൻട്രോ അങ്ങ് എടുത്തേക്കാന്ന് വെച്ചു. ഇന്ന് നമ്മുടെ അസോസിയേഷന്റെ വാർഷികത്തിന്റെ വീഡിയോയുടെ ഇൻട്രോ ആണ് കേട്ടോ. പൊളിയാണ്, പൊളി വൈബാണ്. ഒന്ന് പറയണ്ട, DJ പാർട്ടി അടിപൊളി എല്ലാരും മിസ് ചെയ്യാണ്ട് ഓടിപ്പോയി കണ്ടു. അയ്യോ ഇതെന്താ ഈ അമ്മച്ചി വിളിച്ചു പറയുന്നത്, കൊച്ചു ധൈര്യമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിരിക്കും. ആരും മിസ് ചെയ്യണ്ട, ഓടിപ്പിക്കണ്ടോ. അതുപോലെ തന്നെ ഇരട്ടിയുടെ ജീവിതമായിട്ട് സുഖിച്ച് ജീവിക്കാൻ നോക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ചെറുപ്പക്കാർ വെറുതെ വിട്ടില്ല. അപ്പൊ സാറും ചെറുപ്പമായിട്ട് വന്നു ബഹുമാനപ്പെട്ട നമ്മുടെ സെക്രട്ടറി സാറിന്റെ വീട്ടിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. ജോയി സാർ ഈ നാളുകളിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം സാർ നമുക്ക് കൊണ്ടുവന്നത്. നമ്മുടെ അസോസിയേഷന്റെ സെക്രട്ടറി ജോയ് സാറ് ഈ പ്രദേശത്ത് ഒരു സാധാരണ രീതിയിൽ ഒരു പരിപാടി വെക്കുമ്പോൾ നമുക്കുള്ള അംഗൻവാടി കെട്ടിടമാണുള്ളത്. സാറ് പറഞ്ഞ പോലെ എനിക്ക് മനസ്സിൽ നല്ലൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ റോഡ്, അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ പൊതു സൗകര്യങ്ങൾ പരിപാലിക്കുന്നു. താമസക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുന്നു. കലാ സാംസ്കാരിക പരിപാടികളിലൂടെ അയൽക്കാർ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും. രക്ഷാധികാരികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടന രൂപീകരിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ആദ്യം റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു പരിപാടി. റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് അംഗീകാരമുള്ള ഒരു സംഘടനയാണ്, അല്ലാതെ സാമൂഹികമായി എല്ലാ അസോസിയേഷൻ്റെ പരിപാടി ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അവൻ്റെ ഇഷ്ടം പോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടല്ലോ എല്ലാവരെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ. അങ്ങനെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല ചേച്ചിക്ക് ഇതെന്നാ പറയുന്നത് അനുമോദനം ഒരു ഷീൽഡൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ക്യാമറയൊക്കെ ഉണക്കി വെച്ചിട്ട് ഫ്രണ്ടിൽ ഞങ്ങളെല്ലാവരും പോയി നിന്നുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല കണ്ടോ. ഷീല ചേച്ചിക്ക് കൊടുത്തു. അതുപോലെ തന്നെ പിന്നെ അടുത്തത് നമ്മുടെ മെമ്പർ, നമ്മുടെ ഈ വാർഡിൽ തന്നെയാണ് നമുക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പറും. അതൊരു വലിയ ഭാഗ്യമാണ് കേട്ടോ, നമുക്ക് നല്ലൊരു ഭാഗ്യം തന്നെയാണ്. അതും നമ്മളെപ്പോഴും അറിയാവുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടല്ലോ, ഒത്തിരി സന്തോഷം. അപ്പോൾ ഫോട്ടോ എടുക്കുന്നതിനെ കൂടെ തിരക്കിലാണ് കേട്ടോ. ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് അയ്യോ ക്യാമറയ്ക്കകത്ത് കിട്ടിയ അമ്മച്ചിങ് വന്നേ. KL രാജൻ കുമരംകുടിയിൽ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ അധ്യയന വർഷം
SSLC, +2 അതുപോലെ ഡിഗ്രി കോഴ്സുകളിൽ പാസ്സായിട്ടുള്ള കുട്ടികൾ. അതിനുശേഷം എന്നാ പറയുന്നത്, നല്ല ഉന്നത വിജയം കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങൾക്കുള്ള പിള്ളേർക്കുള്ള ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. മറ്റുള്ള എന്നാ പറയുന്നത് വേദികളിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് കാണുമ്പോഴേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ദൈവമേ ഇങ്ങനെയൊക്കെ ഒരു ഇത് നമ്മളെ കൊണ്ട് പറ്റിയെങ്കിൽ എന്നൊക്കെ. പക്ഷേ ഇപ്പം നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ അസോസിയേഷനിൽ, നമ്മുടെ സ്വന്തം കുടുംബമാണല്ലോ അസോസിയേഷൻ, അതിൽ നടക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര അഭിമാനം തോന്നി കേട്ടോ. ഓരോരോ കുഞ്ഞുങ്ങൾ +2 ാണേലും 10ലാണേലും ഒക്കെ ഫുൾ മാർക്ക് മേടിച്ച കുഞ്ഞുങ്ങളാണ് ഈ ലൈൻ അടിച്ച് നിൽക്കുന്നത്. കുറേ അധികം പിള്ളേരുണ്ട്. അതുകൊണ്ട് ഞാൻ ശകല സ്പീഡൊക്കെ കൂട്ടിയിട്ടതാണ് കേട്ടോ. അതിട്ട് വോയിസും കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര സൗണ്ട് നോയിസ് ആകുമ്പോഴത്തേനും നിങ്ങൾക്കൊരു ചിലപ്പം അതല്ല, മൈക്കിനകത്തൂടെ ചില സമയത്ത് ഭയങ്കര ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പം അതും ഒരിതാവുമല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ വോയിസ് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ മനസ്സിനും കണ്ണിനും ഒക്കെ നല്ല കുളിർമയേകുന്ന കാഴ്ചകളാണ്. നമ്മുടെ സിന്ധു സോമൻ്റെ മോനുണ്ട്. എല്ലാ പിള്ളേരും അറിയാവുന്ന പിള്ളേരൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷേ നമുക്കറിയത്തില്ല ഇതുങ്ങളിങ്ങനെ ഇത്രയും നല്ലതായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെന്നൊക്കെ. ഇങ്ങനെ വഴിയൊക്കെ പോകുമ്പോൾ ഉള്ള കാണുന്നതൊക്കെയല്ലേ ഉള്ളൂ. അങ്ങനെ ഓരോരോ കുഞ്ഞുങ്ങൾ ചെന്ന് മേടിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഒത്തിരി ഉള്ളിനുള്ളിൽ നിറച്ച് സന്തോഷമായി. ഇപ്പം ആ ഒരു പച്ച ടീഷർട്ട് ഇട്ട മോനാണ് ഇനി അടുത്ത് ഇരുന്നത്. അവനത് കഴിഞ്ഞ് നല്ലൊരു പാട്ട് പാടി കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ എന്നാ പറയുന്നത്, നമുക്ക് ഈ 10 പേരുടെ മുമ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനും സംസാരിക്കാനും പാടാനും പ്രസംഗിക്കാനും ഒക്കെ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പാട്ടായിരുന്നേ. അപ്പോൾ എല്ലാവർക്കും ശീലചേച്ചി, അതായത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാവരോടും കുഞ്ഞുങ്ങളോടും പിന്നെ എന്നാ പറഞ്ഞാൽ ശേഖാൻ്റെ ഒക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇനിയും നന്നായിട്ട് പഠിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു അമ്മ എന്ന നിലയിൽ എന്ന പോലൊക്കെ അതും എനിക്ക് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ ടച്ച് ചെയ്തു. കാരണം ഒരു ഇതല്ലേ, പിള്ളേരെ ഒത്തിരി ഓവർ വഴക്ക് പറയരുത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഇന്നത്തെ പിള്ളേരാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഷിനോജിനായിരുന്നത്. ഷിനോജിൻ്റെ മക്കൾ വന്നിട്ടില്ല കേട്ടോ. മക്കൾക്ക് 2 പേർക്കും നല്ല മാർക്കായിരുന്നു. അതിന് അപ്പനായിട്ടേന്ന്. അപ്പം എല്ലാവരും പറയായിരുന്നേ, ഒരു കണക്ക് പറഞ്ഞാൽ പിള്ളേർ പഠിച്ച് ഇതായെന്ന് പറഞ്ഞതല്ലേ, വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാർക്കാണ് ഇതൊക്കെ കൊടുക്കേണ്ടിയിരുന്നത് അംഗീകാരം. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷിബുക്കൻ തമ്പിക്ക് കിട്ടി. ഷിബുക്കൻ തമ്പിയും ഇതേപോലെ തന്നെ എന്നാ പറയുന്നത് ഷായിച്ചേട്ടനായിരുന്നു തോന്നുന്നു കേട്ടോ. അത് പഴയ മെമ്പർ ഷായിച്ചേട്ടൻ്റെ ആയിരുന്നു. ഷായിച്ചേട്ടൻ്റെ കുഞ്ഞിനും നല്ല മാർക്ക് മേടിച്ചു. ആ പിള്ളേർ വരാത്തവർക്കാണ് ഈ പേരൻസിന് കൊടുക്കുന്നത് കേട്ടോ. ഭയങ്കര അഭിമാനത്തോടെ എല്ലാവരും അത് തുള്ളി മേടിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ പറയാമായിരുന്നു, ദൈവമേ ഈ പിള്ളേർ കഷ്ടപ്പെട്ട് രാത്രി വെളുക്കോളം ഇരുന്ന് പഠിച്ചിട്ട് അപ്പനമ്മമാരാണ് മേടിച്ചോണ്ട് പോകുന്നത്. അതും ഒരു ഭാഗ്യമാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ നിന്നിരൽ മാത്രം വരും സുഖം ഒരു നാൾ വരും വിരുന്നുകാരൻ, സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തം. ഇന്ദിരാമയുണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് ആ പാട്ട് ഫുള്ള് പാടി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇന്ദിരാമയ്ക്കും ആ മൈക്കിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് ചെവിയൊക്കെ പൊത്തുന്നുണ്ടായിരുന്നു. അതാന്ന് തോന്നുന്നു നമ്മുടെ വീഡിയോയ്ക്ക് അതൊരു ഭയങ്കരമായിട്ട് സൗണ്ട് ഒരുമാതിരിയായിപ്പോയി. അതുകൊണ്ട് ഞാൻ അവിടെ എഡിറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പം നമ്മുടെ അമ്മുക്കുട്ടിയുടെ ഇവിടെ നമ്മുടെ തൊട്ട് അടുത്തുള്ള വീട്ടിലെ അമ്മുവിൻ്റെ കുഞ്ഞിൻ്റെ ഡാൻസ് ആയിരുന്നു കേട്ടോ. അവൾ ഡാൻസ് പഠിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. കുറേ ഡാൻസുകളുടെ ഇതെടുത്തിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ 1-2 റീൽസായിട്ട് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അത് പാട്ടോട് കൂടി ഇടാം. പക്ഷേ പാട്ടിട്ടാൽ നമുക്ക് കോപ്പിറൈറ്റ് വരുമല്ലോ. ഈ വെള്ളയൊക്കെ ഇട്ട് ഈ അടയാളം പറഞ്ഞാൽ പൊട്ടത്തലേന്ന് പറയാമല്ലേ. അപ്പോൾ കുഞ്ഞുചേട്ടനാണ് ആ ചേട്ടൻ്റെ ഞങ്ങളൊക്കെ വിളിക്കുന്ന പേര്. ചേട്ടൻ കേട്ടാൽ ഇനി എന്നെ മൊട്ടത്തലയാന്ന് ആരാടി വിളിച്ചതെന്ന് ചോദിച്ചാൽ അതുമായി. എന്തായാലും അത് വല്യപ്പനാണ് കേട്ടോ ഈ ഫ്രണ്ടിലിരിക്കുന്നത്, ഈ വെള്ള ഷർട്ടൊക്കെ ഇട്ട് മോളുടെ അച്ഛൻ്റെ ഫാദറാണ് കേട്ടോ. അപ്പം എല്ലാവരും തന്നെ കുഞ്ഞിൻ്റെ ഡാൻസ് കണ്ടിട്ട് കുറേ സമയം ഉണ്ടായിരുന്നു. കുറേ സമയം ഞാൻ ഇച്ചിരി ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. കുറേ അധികം സമയം അവൾ കളിച്ചു കേട്ടോ. നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഓരോ പാട്ടിനനുസരിച്ചും മാറി സ്റ്റെപ്പൊക്കെ ഇട്ട് പുതിയ സ്റ്റെപ്പുകളൊക്കെ ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഏതായാലും വോയിസ് ഇട്ടാണെങ്കിലും അത് നിങ്ങളുടെ മുമ്പിലോട്ട് ഇടാം. ഇത് കണ്ടോ, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള കളികളെ പല പാട്ടിനായതുകൊണ്ട് പല സൈസ് സ്റ്റെപ്പ് ഇട്ടായിരുന്നു കളിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഡ്രസ്സും നല്ല ഡ്രസ് കോഡും ഒക്കെ ആയിരുന്നു. അതെന്നാ പറഞ്ഞാലും പറയാതിരിക്കാൻ മേല. അമ്മു എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞുങ്ങളെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല എപ്പം കണ്ടാലും ആ മക്കളെല്ലാം നല്ല വെടിപ്പും വൃത്തിക്കും ഇരിക്കുന്നതാണ്. അതെനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം കേട്ടോ. അപ്പം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ലാസ്റ്റ് പുറകിലെല്ലാ ആൾക്കാരും നിൽപ്പുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞ് കുഞ്ഞിനെ അനുമോദിച്ച നല്ല ഡാൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മെമ്പർ സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അത് ഇപ്പോൾ ഒരു മോൻ നല്ല സൂപ്പറായിട്ട് പാട്ട് പാടി കേട്ടോ. ഇത് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് വരുമെന്ന് ഉറപ്പ്. അവൻ നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെയും ഞാൻ ഷോർട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ. ഇതിൻ്റേതും ആ കുഞ്ഞു മോള് കളിച്ച ഡാൻസിൻ്റെയും ഒക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടാം കേട്ടോ, ഇടയ്ക്കിടാവേ. അങ്ങനെയൊക്കെ ചെയ്യാം. എന്തായാലും ഒത്തിരി രസമുള്ള ഒരു സമയമായിരുന്നു. നല്ലൊരു എന്താ പറയുന്നത് ഈവനിങ് മൂവ്മെൻ്റ് ആയിരുന്നു ഇത് കേട്ടോ. ഞങ്ങളുടെ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. എല്ലാവരുടെയും മുഖങ്ങളിലൊക്കെ നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ പരിപാടി കാണുമ്പോഴൊക്കെ ആണെങ്കിലും എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ലേ. ഇതിനിടെ ഞാനൊരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. എന്തായാലും അതിനെക്കുറിച്ചുള്ളത് അടുത്ത വീഡിയോയ്ക്കകത്ത് പറയാം. കാരണം നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ഷിബു കെ തമ്പിയുടെയിൽ എനിക്കൊരു ക്യാഷ് അവാർഡ് കൊടുത്തു. അത് ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന്. എന്നാന്ന് വെച്ചാൽ എന്നെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഒരു 10 മണിയായപ്പം തുടങ്ങി വിളിച്ചു. ഞാൻ പോയില്ല. ഞങ്ങൾ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പം 12 മണിയായപ്പോൾ ഇവർ സാർമാരൊക്കെ വിളിച്ചിട്ട് എന്നതാ സിന്ധുവിന് ഇവിടെ വരെ ഒന്നും വരത്തില്ല, ഒന്ന് വായോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ എനിക്ക് എൻ്റെ ഒരു നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഒരു മോള് എനിക്ക് ഇത് ക്യാഷ് അവാർഡ് ഏൽപ്പിച്ചിട്ടുണ്ട്. സിന്ധുമ്മ 2 വരി പാട്ടാണേലും പാടിയിരിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു ആ മോള് വിളിച്ചിട്ട്. എന്നിട്ട് ഷിബുവിനെയാണ് കേട്ടോ, ഷിബു കെ തമ്പിനെയാണ്. അതിവിടെ വന്നപ്പോൾ ആ മോള് പരിചയപ്പെടുകയും ഒക്കെ ചെയ്തതായിരുന്നേ. അങ്ങനെ അവനുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് എനിക്ക് സർപ്രൈസ് തന്നു. അപ്പം അവിടെ ഫുഡ് ഉണ്ടാക്കാൻ ഉച്ചയ്ക്ക് ചെല്ലുമ്പോഴാണ് ഞാൻ ഈ വിവരം പറയുന്നത്. എന്നിട്ട് ഉച്ചയ്ക്ക് എന്നിട്ട് ഞാൻ 2:30 ആയപ്പം തിരിച്ചു പോകുന്നത്. ഇവിടെ വന്ന് പിന്നെ ഡ്രസ്സ് മാറി പോകാനുള്ള സമയമുള്ളായിരുന്നു. അതുകൊണ്ട് പഠിച്ചൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാനും ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വാർഡ് മെമ്പറും സൗത്ത് റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയായ രത്തൻ സാറ്, ഈ നമ്മുടെ സമ്മേളനം, നമ്മുടെ വാർഷികം ഔദ്യോഗികമായ ശീലാരാജൻ, മറ്റ് എല്ലാ വിശിഷ്ട അതിഥികളെ മെമ്പർമാരെ, നേരം പോയതുകൊണ്ടും എല്ലാവർക്കും പോകാൻ ധൃതിയുള്ളതുകൊണ്ടും ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസോസിയേഷനിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ 1 വർഷത്തെ വാർഷികമാണ് നമ്മുടെ ആഘോഷിക്കുന്നത്. അതിനകത്ത് കടന്നു നൽകിയ എല്ലാ അംഗങ്ങൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അങ്ങനെ ദേശീയഗാനമൊക്കെ പാടി ഞങ്ങൾ ഈ പ്രോഗ്രാം അവസാനിപ്പിച്ചെങ്കിലും അത് കഴിഞ്ഞായിരുന്നു ഇവിടെ പരിപാടികൾ ഫുള്ള് കേട്ടോ. ഒന്നും പറയണ്ട. ഇത് അസോസിയേഷൻ്റെ ഉത്തരവാദിത്ത ചുമതലപ്പെട്ടവരൊക്കെയാണ് ഇവരെല്ലാവരും. അപ്പം അവരുടെ ഫോട്ടോയൊക്കെ എടുത്താണ് കേട്ടോ. എല്ലാവരുടെയും കൂടെ ഉള്ള ഫോട്ടോയൊക്കെ എടുത്താണ്. അതൊക്കെ ഒരു മെമ്മറി അല്ലേ. ഇങ്ങനെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും നമ്മുടെ മെമ്പറുടെയും പിന്നെ ഈ ഉത്തരവാദിത്തപ്പെട്ട ഇവരുടെയൊക്കെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊക്കെ ഒരു മെമ്മറി. എന്നെ കൂടെ ഒന്ന് വിളിക്കായിരുന്നു. അല്ല എന്നാലും ഒന്നിനും നമ്മളൊക്കെ ഒന്നാണ്. മൂന്നെണ്ണം കൂടെ പോയി തട്ടുവാ. എന്നൊന്ന് വിളിക്കണ്ടേ? എന്നാ കഴിക്കാൻ വരാം. അപ്പൊ എല്ലാരും ഫുഡ് കഴിപ്പും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അനശ്വരമോളം തീരി ഉണ്ട് ഇവിടെ, കണ്ടില്ല. അനശ്വരമോള കേട്ടോ കുറച്ചെല്ലാം എനിക്ക് വീഡിയോ എടുത്ത് തന്നത്. അവള് കറക്റ്റ് സമയത്ത് ഉണ്ടായിരുന്നു. എനിക്ക് ഭാഗ്യമായി കേട്ടോ. അപ്പം ഞാനും കഴിക്കട്ടെ, ഇപ്പൊ വരാം. ഇവിടെ ഒരു രക്ഷയില്ലാത്ത പൊളി വൈബായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാം ദേശീയഗാനമൊക്കെ പാടി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ തകർത്തടിച്ചത്. സത്യം പറഞ്ഞാൽ എല്ലാവരും വലിയ എന്നാ പറയുന്നത് സ്പീഡിൽ ഒച്ചയിൽ പാട്ടങ്ങോട്ടിട്ടെ. എന്നിട്ട് എല്ലാവരും ഡാൻസായിരുന്നു. ഇസ്രയേലുകാരൻ്റെ ഡാൻസ് ഉണ്ടോ, ഏബലൂട്ടൻ പാട്ട് കേൾക്കുന്ന അനുസരിച്ച് തുള്ളുന്നുണ്ടായിരുന്നു. അതിനെക്കാട്ടും ഉപരിയുണ്ടല്ലോ അവൻ എല്ലാവരുടെയും കയ്യിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചത്. എന്നാന്നറിയോ, പുറത്തൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ചും അപ്പനും അമ്മയും ജോലിക്ക് പോകുമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഡേ കെയറിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചിരിക്കുകയൊക്കെയല്ലേ ചെയ്യുന്നത്. അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ശീലത്തിൻ്റെ ആയിരിക്കും കേട്ടോ. എല്ലാവരുടെയും കൈ മാറി പോകുന്നുണ്ട്. എല്ലാവരെയും കാണുന്നത് അവൻ കൈ നീട്ടി ചാടി ചെല്ലുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എൻ്റെ കയ്യിലും കുറേ സമയം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മെമ്പറും എല്ലാവരും കൂടി കളിക്കുക. സിന്ധു അവിടെ പോയി ഇവിടെ വാ ഇവരോട് വിളിക്കുക കേട്ടോ. ഉഷേച്ചി പിന്നെ പൊളി വൈബാണ്. ഉഷേച്ചി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഷേച്ചിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ആരുടെ കൂടെ കൂടിയാലും എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഉഷേച്ചിയുടെ പോളിസി കേട്ടോ. നടുവും കൂരയൊക്കെ കാലുമൊക്കെ വയ്യാത്തതാണ്. എൻ്റെ പണക്ക് തന്നെയാണ് ഉഷേച്ചി. വയ്യാഴിയും കാര്യങ്ങളുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തി ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയല്ല കേട്ടോ. അതിനെക്കാട്ടി പൊളി വൈബ് തോന്നിയുണ്ടല്ലോ. ഈ വീടിൻ്റെ ഓണറാണ് ആ ഒരു ആഷ് കളർ ചുരിദാർ ഇട്ട ചേച്ചിയും വെള്ള ഷർട്ട് ഇട്ട. അവരുടെ ഡാൻസുകൾ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഇതേ മെമ്പറാണ് ഫുഡ് എടുത്തുകൊണ്ട് കഴിക്കാൻ പോയ മെമ്പറും കൂടെ വന്നു കേട്ടോ നമ്മുടെ കൂടെ കളിക്കാനായിട്ട്. അതിനെ ഇടയ്ക്കും അങ്ങനെ ഇത് കണ്ടോ. ഈ വൈറ്റ് ഷർട്ടും ഈ ആഷ് കളർ ചുരിദാർ വിട്ട അവരുടെ വീടാണ് നമ്മൾ ഈ
കൂടിയ വീട് കേട്ടോ. അവർ രണ്ടും പൊളി വൈബ്. അതെ കെട്ടിയുടെ അടുത്ത് പോയി കളിക്കാൻ പറഞ്ഞു ചേച്ചി പിടിച്ചങ്ങോട്ട് നീക്കി വിട്ടാണ് കേട്ടോ. ലാസ്റ്റ് അവർ ഭയങ്കര കളി. ഞാൻ നോക്കിയപ്പോൾ സാറാണെങ്കിലും ഒറ്റ ചുമ്മാ നിന്ന് കറങ്ങുമൊക്കെ ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ചേച്ചിയുടെ കയ്യെ പിടിച്ചിട്ടൊന്ന് കറക്കാം, ഇച്ചിരി റൊമാൻസ് ഒക്കെ പോരെങ്കിൽ ഇന്ന് ഏത് ദിവസമാണെന്ന് അറിയാമോ? ഇന്ന് പിന്നെ വാലന്റൈൻസ് ഡേ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഈ പരിപാടി വെച്ച സമയം. പിന്നെ ഷിബുവാണ് കളിക്കാൻ കൂടുന്നില്ലെങ്കിലും അവരെല്ലാവരെയും സംഘടിപ്പിച്ച് ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് കേട്ടോ. അയ്യോ എനിക്ക് വയ്യ. ഇത് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അത് നേരിട്ട് കണ്ടേ എനിക്ക് അന്നേരത്തെ ഇതെല്ലാം കൂടെ ഓർമ്മ വരുന്നത് കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പാട്ടിട്ടേക്കുന്നതുകൊണ്ടാണ് ഇതിനൊക്കെ വോയിസൊക്കെ കൊടുത്തേക്കുന്നത്. നല്ല രീതിയിൽ കിടന്ന് കളിക്കുന്നുണ്ടെന്നേ. അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇത് ഇങ്ങോട്ട് ചേർന്ന് നിന്ന് കളിക്കുക, നല്ല കിട്ടത്തുള്ളൂ. ഇതുണ്ടോ എല്ലാവരെയും എന്നിട്ട് അതുകൊണ്ട് ആ പിങ്ക് കളർ ഡ്രസ്സ് ഇട്ട പുള്ളിക്കാരത്തി അതിനെ എല്ലാം പിടിച്ചുകൊണ്ട് ഷിബു കൊണ്ടു നിർത്തി കളിക്കാൻ കൊണ്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു സിന്ധുവിൻ്റെ ബ്ലോഗ് കാണുന്ന സിന്ധുവിൻ്റെ ബ്ലോഗിനകത്ത് ഞങ്ങളെയും കൂടെ കാണണ്ട, അങ്ങോട്ട് തകർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കളിക്കാം കേട്ടോ. പക്ഷേ എനിക്ക് സാരി ആയിരുന്നുകൊണ്ട് ഇച്ചിരി കോൺഫിഡൻസ് കുറവായിരുന്നു. അല്ല ഞാൻ 4 കാലം പറിച്ച് ഇച്ചിരിയൊക്കെ ചാടിയേനെ. ഇതൊക്കെ പിള്ളേരെന്നെ കാണിച്ചു തരും കേട്ടോ, എന്നെ മാങ്ങാ പൂത്ത് തേങ്ങ പറിക്കുക അതൊക്കെ. അപ്പോൾ ഞാൻ പിള്ളേരുടെ രണ്ടിൻ്റെ കൂടി പിള്ളേരും പൊളി പോയിപ്പായിരുന്നു. അപ്പോൾ മോർക്ക് കണ്ടിട്ട് നന്നായിട്ട് അറിയാം കേട്ടോ. നല്ല സ്റ്റെപ്പും നല്ല കളിയൊക്കെ ആയിരുന്നേ. ഉഷേച്ചി എനിക്ക് സാരി ആയതുകൊണ്ട് പറ്റുന്നില്ല ഉഷേച്ചി എന്ന് ഞാൻ പറയാം കേട്ടോ. ഈ സാരി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴത്തേക്കും ഒരു സുഖം നമുക്ക് എന്നാ പറയുന്നത് വയറ് കാടുവോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തയൊക്കെ വരത്തില്ലേ. പിന്നെ ചവിട്ട് ഇതാവോ. ഉഷേച്ചിയുടെ സാരി 2-3 പ്രാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞു എന്നോട്. എനിക്ക് വെച്ചാൽ ഇത് ഞാൻ ചവിട്ടി പറിച്ചു ഇത് കണ്ടോ. എന്നാ കളികളാണ്. അപ്പം നമുക്ക് രണ്ടിനും കൂടെ കളിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ നേരെ ചാടി ചെല്ലും കേട്ടോ. എനിക്കതൊരു കണ്ടപ്പോൾ ഒരു ക്യൂട്ടായിട്ട് തോന്നി. നല്ല ചക്കരക്കൂട്ടം കേട്ടോ. അവർ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവരെല്ലാവരും ലീവ് എടുത്ത് വന്നതാണെന്നാണ് അവരുടെ ഫാദർ പറഞ്ഞത് കേട്ടോ. എന്തായാലും ഒത്തിരി സന്തോഷമായി. അതിനിടയ്ക്ക് ചിലരൊക്കെ അതേ കസാരയൊക്കെ പറക്കി ഒതുക്കിയിടുന്നുണ്ട്. ഫുഡ് കഴിച്ചവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കൂടെ ഒന്ന് എൻജോയ് ചെയ്യാം, പിന്നെ എല്ലാം ഒന്ന് നേരെയാക്കി എന്നാ പറയുന്നത്. നമുക്ക് അത്രയോ ഒരു നല്ലൊരു വീട് അത്രയോ ഒരു സൗകര്യത്തിൽ അവർ തന്നപ്പോൾ നമ്മൾ ഇച്ചിരി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണ്ടേ. എത്രയാണെന്ന് പറഞ്ഞാലും ഫുഡൊക്കെ കഴിക്കുകയും അങ്ങനെ ഒരു പരിപാടിയൊക്കെ വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ഇതൊക്കെ ആവുമല്ലോ. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇച്ചിരി സമയം കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. എൻ്റെ സാരി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കേട്ടപ്പോൾ. തന്ന മോളോട് ഒരുപാട് നന്ദി. കുഞ്ഞിച്ചെറുക്കൻ്റെ ഡാൻസ് ഉണ്ടോ, അവന് എന്നെ കാണിച്ചാലും അവനനുസരിച്ചിരുന്നുണ്ട്. 6 മാസമായിട്ടേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങളെ ആണെങ്കിലും പഠിപ്പിക്കുന്ന ഒരു ശീലമുണ്ട് അല്ലേ കുഞ്ഞിലെ മുതൽ. അങ്ങനെ ആ മോളുടെ അമ്മ ഇടയ്ക്ക് എവിടെയോ ഡാൻസ് ഉണ്ട് കേട്ടോ. ഒരു മെറൂൺ ചുരിദാറാണ് പുള്ളിക്കാരത്തി. ആ മോനോട് വരാൻ പറഞ്ഞിട്ട് അവൻ വന്നില്ല. അവൻ അവിടെ ഇവിടെയൊക്കെ മാറി നിന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല ഒരു സന്തോഷ സമയം ദൈവം നമുക്ക് തന്നതിന് ഒത്തിരി സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന് മനസ്സുകൊണ്ട് കേട്ടോ. പിന്നെ ചേട്ടായിക്ക് ശനിയാഴ്ച ആയതുകൊണ്ട് കടയിൽ നിന്ന് വരാൻ പറ്റിയിട്ടുണ്ടായില്ല. അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു സുനിലെന്നാ വരാത്തതെന്ന് ചോദിച്ചുകൊണ്ട്. ഇപ്പം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6:45, 7 ആയിട്ടില്ല. ഞാൻ 7:20 വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ആയിക്കണ്ട. ഇവർ രണ്ടും പൊളി വന്നു. ഇതേ കിട്ടിയണം പാട്ട് വെച്ചിട്ട് മാറുന്നില്ല. അവർ പൊളിച്ചങ്ങോട്ട് അടുക്കുക കിട്ടിയ സമയം. ഏതായാലും നമുക്കൊക്കെ കളിക്കാടി ഇവരോട് അങ്ങോട്ട് വിളിച്ച് നിർത്തി കളിക്കാം. ഉച്ചേച്ചി അതുകൊണ്ട് അടുപ്പിച്ച് നിർത്തിപ്പോയി. ഇപ്പോൾ കളി അങ്ങോട്ട് തുടങ്ങി കേട്ടോ. എന്തായാലും നല്ല സന്തോഷമാണ്. ഇങ്ങനെ വേണം. എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും കൊണ്ടുപോകാനില്ല. ഉള്ള സമയം ജീവിക്കുന്ന അത്രയും സമയം സന്തോഷത്തോടെയൊക്കെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവർ നമ്മുടെ മെമ്പർ സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടി കേട്ടോ. അയ്യപ്പൻ്റെ പാട്ടാണ്. പക്ഷേ ആ മൈക്കിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയി കാണുള്ളൂ. സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയായിരുന്നു അതൊക്കെ ഈ ആൾക്കാരുള്ളപ്പം വേണമായിരുന്നു പാടായിരുന്നു. നല്ലതായിട്ട് പാടി കേട്ടോ, സൂപ്പറായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഷിബു കേത്തമ്പി കയറിയിട്ടൊരു പാട്ട് പാടി. മധുരിക്കുമ്പോൾ ഓർമ്മകളെ മണിമഞ്ചിൽ കൊണ്ടുപോകും ഞങ്ങളെ ആ മാഞ്ചൂട്ടിൽ നിന്ന്. ഞാൻ പറഞ്ഞു അവൻ്റെ പെൺപിള്ള വന്നില്ലായിരുന്നു, അവൻ്റെ വൈഫ് വന്നിട്ടില്ല, ടീച്ചറാണ് പുള്ളിക്കാരത്തി ജോലി ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യേ, ഏതായാലും ഒരു മാവിൻ്റെ ചോട്ടി പോയാൽ മതി, ഞാൻ നിന്നെ കൊണ്ട് ഇരുത്തിയിട്ട് വരുന്ന കാര്യം ഞാൻ ഇട്ടു. തിരിച്ച് ഞാൻ അപ്പം തന്നെ ഒരു മാവിൻ്റെ ചോട്ടി നീ 20 കേട്ടോടാന്നൊക്കെ പറഞ്ഞു. അയ്യോ വിറ്റായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുള്ളൊരു സന്ധ്യാസമയം തന്ന ദൈവത്തോട് 1000 നന്ദി പറയുന്നു. ഇനിയും ഞങ്ങളുടെ ഈ അസോസിയേഷൻ ഒത്തിരി കേരളം ഒട്ടായി അറിയപ്പെടുന്ന ഒരു അസോസിയേഷനായി മാറട്ടെ എന്ന് മാതൃകാപരമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലെന്ത് ആയതുകൊണ്ട് നാളെ വരാം കേട്ടോ, കഥയായിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട്. അപ്പോൾ ആരാണ് എനിക്ക് ക്യാഷ് അവാർഡ് തന്നതെന്നൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ ബെൽ ബട്ടനോട് ഇടിച്ചു പൊട്ടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.